വട്ടിയൂർക്കാവിലെ സംഘപരിവാർ ഗുണ്ടായസത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ കാണേണ്ട കപട ഹിന്ദു സ്നേഹം കൂടിയുണ്ട്. എന്താണെന്നല്ലേ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അതിർത്തി പ്രശ്നം. സ്വാഭാവികമായിട്ട് സംഘപരിവാറിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ അവർ ആർക്കൊപ്പമാണ് നിലകൊള്ളേണ്ടത്? ഒരു ഹിന്ദുവിനെ അകാരണമായി വേട്ടയാടുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഇതര മതത്തിലുള്ള ഒരു കുടുംബം അവർ ഹിന്ദു കുടുംബത്തെ വേട്ടയാടുകയാണെങ്കിൽ കേരളത്തിലെ ഹിന്ദു പാർട്ടിയായിട്ടുള്ള സംഘികൾ ആരോടൊപ്പം നിൽക്കണം? ഹിന്ദുവിനോടൊപ്പം നിൽക്കണം. പക്ഷെ എന്താണ് വട്ടിയൂർക്കാവിൽ സംഭവിച്ചത്? മലമുകളിലെ രണ്ട് കുടുംബങ്ങൾ, ഒന്ന് ക്രിസ്ത്യാനിയായിട്ടുള്ള ബിനു, മറ്റൊന്ന് ഹിന്ദുവും വെറും ഹിന്ദുവല്ല പിന്നോക്ക ഹിന്ദുവായിട്ടുള്ള സുനിലിന്റെ കുടുംബവും. ആ കുടുംബത്തിനൊരു പ്രശ്നമുണ്ടായപ്പോൾ ഹിന്ദു പാർട്ടിയിലെ ആൾക്കാർ പതിയെ ഒരു ക്രിസ്ത്യാനിയോടൊപ്പം നിലകൊണ്ടു. ഹിന്ദു സ്നേഹം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണേ. കാര്യം, ഹിന്ദു സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാ ഹിന്ദുക്കളോടുമല്ല. ആ സുനിലിന്റെ കുടുംബം അവർ ഹിന്ദുവാണെങ്കിലും ഇവർ ഉദ്ദേശിക്കുന്ന ഹിന്ദു അല്ല, ജാതിവാലുള്ള ഹിന്ദു അല്ല. ഈ ജാതിവാലുള്ള ഹിന്ദുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ സംഘപരിവാറുകാരുടെ വികാരം പെട്ടെന്ന് ഉണരത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് അലവലാതി ഹിന്ദു, ആ അലവലാതി ഹിന്ദുവിനോടൊപ്പം നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പുറത്ത് ക്രിസ്ത്യാനിയായിട്ടുള്ള കുറച്ച് സ്വാധീനമുള്ള ബിനു എന്ന വ്യക്തിക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് ഒരു ഹിന്ദുവിനെ തല്ലിച്ചതയ്ക്കാൻ വട്ടിയൂർക്കാവിലെ സംഘപരിവാറുകാർ നിലകൊണ്ടു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹിന്ദു സ്നേഹത്തിന്റെ കാപട്യം കൂടിയാണ് അതിലൂടെ പുറത്തു വരുന്നത്. സുനിലിന് വേണ്ടി, അതായത് വീട്ടിലേക്ക് മരത്തിന്റെ ഇല വീഴുന്നു എന്നതിന്റെ പേരിൽ പരാതി കൊടുത്തവർ പിന്നീട് പാവപ്പെട്ട പിന്നോക്ക ഹിന്ദുവായിട്ടുള്ള സുനിലിനെ പെടുത്താൻ വേണ്ടി ഭാര്യയെ നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ള വ്യാജ വാർത്ത ഒരു ക്രിസ്ത്യാനി കുടുംബത്തെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. ആലോചിക്കണേ, ഒരു ഹിന്ദുവിനെ ഇരയാക്കാൻ ശ്രമിക്കുകയാണ്. ആ ഇരയാക്കാൻ ശ്രമിച്ച ആ വ്യക്തിക്കൊപ്പം നിലനിന്നുകൊണ്ട് അയാളെ, ഏത് പിന്നോക്ക ഹിന്ദുവിനെ വഴിയിലിട്ട് തല്ലിച്ചതയ്ക്കാൻ സംഘപരിവാറുകാർ ഒരു നസ്രാണിക്കൊപ്പം നിലകൊണ്ടു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹിന്ദു സ്നേഹത്തിന്റെ കാപട്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? തല്ലിച്ചതയ്ക്കപ്പെട്ടതും ചെവിയിൽ നിന്ന് ചോര വന്നതും ചുണ്ടിൽ നിന്ന് ചോര പൊട്ടി പുറത്തു വന്നതും ഒരു ഹിന്ദുവിനെ നസ്രാണി അടിച്ച സന്ദർഭത്തിലാണ്. അതിന് കൂട്ടുനിന്നു കൊടുത്തത് ഹിന്ദു പാർട്ടിക്കാരായ സംഘപരിവാറുകാർ. എങ്ങനെയുണ്ട് ഇവരുടെ ഹിന്ദു സ്നേഹം? നാട്ടുകാർ ഈ കാപട്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ പക്ഷം പിടിച്ചിരിക്കുന്നത് ഹിന്ദുവിനെ തല്ലിച്ചതയ്ക്കാനാണ്. അപ്പോ സംഘപരിവാറുകാരുടെ വികാരം ഹിന്ദുവിന് വേണ്ടി ഉണരണമെന്നുണ്ടെങ്കിൽ അത് മുന്നോക്കക്കാരായിട്ടുള്ള ഹിന്ദുക്കളായിരിക്കണം. അതായത് ഹിന്ദു നായർ, ഹിന്ദു മേനോൻ, ഹിന്ദു നമ്പൂതിരി, ഹിന്ദു വർമ്മ, ഈ സമൂഹത്തിലെ മേലാള ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമേ വികാരമുണരത്തുള്ളൂ. അല്ലാത്ത അലവലാതി ഹിന്ദുക്കളെയൊക്കെ തല്ലിച്ചതയ്ക്കാൻ ഇനി ആർക്കൊപ്പം കൂട്ടുകൂടുന്നവരാണ് കേരളത്തിലെ ഹിന്ദു പാർട്ടിക്കാരെന്ന യാഥാർത്ഥ്യം കൂടിയാണ് വട്ടിയൂർക്കാവിൽ നിന്ന് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരമെന്ന് നാട്ടുകാർ തിരിച്ചറിയണം.